പ്രളയം പല മനുഷ്യരെ പല തരത്തിലായിരിക്കും തകർക്കുന്നത്. ഇത് തിരുമൂൽപ്പുറം എന്ന് പറഞ്ഞ സ്ഥലത്ത് തിരുവല്ലയ്ക്കും ചെങ്ങന്നൂരിനും ഇടയിലുള്ള ഒരു ഹോട്ടലാണ്. മെവിൻസ് ചില്ലി പാർക്ക് എന്ന പേരുള്ള ഹോട്ടൽ പ്രവർത്തിച്ചുകൊണ്ടിരുന്ന ഹോട്ടൽ പെട്ടെന്ന് വെള്ളം കയറിയപ്പോൾ ഇതിനകത്ത് ഏതാണ്ട് മുട്ടറ്റം വെള്ളം ഈ ഹോട്ടലിനകത്തുണ്ട്. ഇത് നോക്കിയേ, ഫ്രിഡ്ജ് വെള്ളത്തിലകത്തിരുന്ന ഫ്രിഡ്ജ് ഒഴുകി പുറത്തേക്ക് വന്നാണ്. ഇത് പിന്നീട് ഒഴുകി പോകാതിരിക്കാൻ വേണ്ടി വയറ് വെച്ച് കെട്ടിയിരിക്കുന്നു. ഷവർമയും ചിക്കനും മറ്റ് ചിക്കൻ ഗ്രില്ലൊക്കെ ചെയ്യുന്ന ഓരോ ഉപകരണങ്ങളാണിത്. അതൊന്നും ഒഴുകി ഇതിനെ ഉപയോഗിക്കാൻ പറ്റുമോ എന്ന്, ഫ്രിഡ്ജൊന്നും എന്തായാലും ഉപയോഗിക്കാൻ പറ്റാനൊരു സാധ്യതയുമില്ല. എങ്കിൽ പോലും അത് ഇവിടുന്ന് പോകാതിരിക്കാൻ വേണ്ടി കെട്ടി വെച്ചിരിക്കുകയാണ്. ഇതിനകത്തേക്ക് നമ്മൾ കയറുമ്പോൾ അടുക്കള സാധനങ്ങളെല്ലാം വെള്ളത്തിൽ, ഗ്യാസ് സിലിണ്ടർ അടക്കമുള്ളവ എല്ലാം വെള്ളത്തിലാണ്. കസേരകളുടെ അവിടെ ടേബിള് ഫ്രിഡ്ജ് ഒക്കെ അകത്തേക്ക് നമ്മൾ കയറുമ്പോൾ ടേബിള് വെള്ളത്തിനടിയിലാണ്. ഇതൊരു ഹോട്ടലായിരുന്നു. ഹോട്ടലിനകത്ത് നമ്മളൊക്കെ ഇരുന്ന് ഭക്ഷണം കഴിക്കുന്ന ചെയറാണ് ഇതിനകത്തുണ്ടായിരുന്ന ചെയറ്. വെള്ളപ്പൊക്കത്തിൽ നശിച്ചു പോയ ചെയറ്. ഇതിനകത്ത് കുറേ ചെയറുകൾ കാണാം. ഒരു ചെയറിൻ്റെ കുഷ്യനൊക്കെ മൊത്തത്തിൽ പോയി. ഈ ചെയറുണ്ട്. ഇവിടെ ആളുകൾ ലൈവായി ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്ന ഒരു സ്ഥലമാണ്. അവിടെ സംഭവിച്ചതാണ്. ഇതിനകത്ത് ഇനി ഒന്നുമില്ല. ഈ കട നടത്തിയിരിക്കുന്ന ആൾക്ക് എനിക്കിങ്ങനെ ഒരു കടയുണ്ടായിരുന്നു എന്ന് പറയാമെന്നല്ലാതെ ഒരു സാധനങ്ങളില്ലാതെ ഒലിച്ച് പുറത്തേക്ക് പോയിരിക്കുന്നു. ഫ്രിഡ്ജ് അടക്കമുള്ളവർ അത് പോവാതിരിക്കാൻ വേണ്ടി അവർ ഇവിടെ കെട്ടിവെച്ചിരിക്കുന്നു. ഒരു പ്രളയം ഒരു മനുഷ്യനെ, ഒരുപക്ഷെ ഈ സ്ഥാപനത്തിൻ്റെ ഉടമ ആരാണോ എന്താണെന്നൊന്നും നമുക്കറിയില്ല, ആഗ്രഹിച്ച് വർഷങ്ങളോളം സ്വപ്നം കൊണ്ട് നടന്ന് തുടങ്ങിയ ഒരു കടയായിരിക്കും ഈ കട. ഈ കടയെക്കുറിച്ചും കടയുടെ ആളെക്കുറിച്ചും, ചേട്ടാ, ഈ കട പ്രവർത്തിച്ചുകൊണ്ടിരുന്ന കടയാണ്. പിന്നെ ശനിയാഴ്ച ഒരു 10-11 മണി വരെ ഉണ്ടായിരുന്ന കടയാണ്. പെട്ടെന്ന് വെള്ളം കയറി. ശനിയാഴ്ച രാത്രി 11 മണി കഴിഞ്ഞിട്ട് ഈ വെള്ളം കയറുന്നത്. 11 മണി വരെ ഇവിടെ വെള്ളമില്ല. ഉണ്ടാക്കാവുന്ന വഴിയില്ലേ? കട ഇനി ഒന്നുമില്ലല്ലോ, എല്ലാം പോയി. പിന്നെ തീർച്ചയായിട്ടും സ്വപ്നങ്ങൾ തകർന്ന ആളുകൾ, ഇതിൻ്റെ ഉടമയും മറ്റും ഇതിനപ്പുറത്തുണ്ട്, നാട്ടുകാരനാണ് എന്നാണ് പറയുമ്പോൾ മനസ്സിലാകുന്നത്. വീഡിയോ ജേർണലിസ്റ്റ് മനു ബാലകൃഷ്ണനൊപ്പം റിപ്പോർട്ടർ റഹീസ് റഷീദ്, റിപ്പോർട്ടർ, പത്തനംതിട്ട.